അല്ല ഏഷ്യാനെറ്റ് ഇപ്പം സിബിൻ പറഞ്ഞു സിബിൻ്റെ അടുത്ത് കുറേ തെളിവുകളും കാര്യങ്ങൾക്കൊന്നും സിബിൻ പറഞ്ഞു ഏഷ്യാനെറ്റ് സിബിൻ അവിടെ കാണിച്ച കുറേ കട്ടിങ്ങുകൾ അവരുടെ കയ്യിലുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്ന കുറച്ചേ ഉള്ളൂ അല്ലേ, രാവിലെ തൊട്ട് എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ സിബിൻ അവിടെ ഉണ്ടാക്കിയ കുറേ സംഭവങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അവർ ആ കട്ടിങ്ങുകൾ ഞങ്ങൾ പുറത്ത് വിടും. അങ്ങനെ എന്തെങ്കിലും ഭീഷണി സിബിയുടെ അടുത്ത് ഭീഷണിപ്പെടുത്തി എപ്പോഴും ഉണ്ട്. അവസാനം അപ്പോൾ പുറത്തുവിടാൻ സിബിക്ക് ആവശ്യപ്പെടണം. ഞാൻ പുറത്തുവിടാൻ പറഞ്ഞു. ഇനി ഇതിൽ കൂടുതൽ എന്താ അവർ പുറത്തുവിടേണ്ടത്? ഇപ്പോഴെന്താ എന്നെ ആൾക്കാർ പറയുന്നത് മാനസിക രോഗി. ഇനി അവർ പുറത്തുവിട്ട എന്നെ മാനസിക രോഗി *5 എന്ന് പറയൂ? ഇല്ലല്ലോ. മാനസിക രോഗി. ഇവരിൽ എന്താ ഉള്ള ഫുട്ടേജ്? ഞാൻ അവിടെ ആരും ഉപദ്രവിച്ചിട്ടില്ല, ഞാൻ അവിടെ ഒന്നും തല്ലി തകർത്തിട്ടില്ല. ഇവർ പറയുന്നത് തല്ലി തകർക്കുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഞാനിത് തല്ലി തകർക്കുന്നത് നിങ്ങൾക്ക് കാണണോ? അങ്ങനെ കണ്ടാലേ നിങ്ങൾ എന്നെ പുറത്തേക്ക് എടുക്കുള്ളൂ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. വളച്ചൊടിക്കപ്പെടുന്നതാണ്, മനസ്സിലായില്ലേ? ഐ നോ ദാറ്റ് ദീസ് പീപ്പിൾ ആർ വെരി മച്ച് ഇൻഫ്ലുവൻഷ്യൽ ഇൻ ഓൺലൈൻ മീഡിയ. ഓൺലൈൻ മീഡിയയിൽ ഇവർക്കുള്ള ഇൻഫ്ലുവൻസ് എനിക്കറിയാം. എന്താണ് ഓൺലൈൻ മീഡിയയിലൂടെ ഇദ്ദേഹം സെല്ല് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഇൻഫർമേഷൻസ് കൃത്യമായി എലിമിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിച്ച് പറയുന്ന ആളെ എനിക്കറിയാം. ആ പേരുകളൊക്കെ ഞാൻ പറയും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു ആൻസറിന് വേണ്ടിയിട്ടാണ്. അത് ഞാൻ ഇന്ന ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് അവർ തന്നില്ലെങ്കിൽ ഞാനിതെല്ലാം പച്ച വെളിച്ചത്തിൽ അല്ല, അവരൊരു ആൻസർ സിബി ഉദ്ദേശിക്കുന്ന ആൻസർ എന്നാൽ ഇതൊന്നും പറയൂല. നീതി ന്യായം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ജസ്റ്റിസിനോട് ചേർന്ന് നിൽക്കും ഞാൻ. അതായത് ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറയാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ സമൂഹത്തിനോട് കാണിക്കുന്ന ഒരു അനീതിയാണ്, മനസ്സിലായില്ലേ? ആ അനീതിക്ക് ഞാൻ കൂട്ടിവെക്കില്ല. പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറയും, എന്നാൽ ചില പേരുകൾ ഞാൻ ചിലപ്പോൾ ഒഴിവാക്കും. അല്ല, അവിടെയല്ലേ സിബി, അവിടെയല്ലേ ഈ ഇരട്ടത്താപ്പ് എന്ന് പറയണം? അല്ല, അതിന് ഇരട്ടത്താപ്പ് എന്ന് പറയണല്ലോ സിബി ഇത്രയും നേരം ഇത്രയും ദിവസങ്ങളായി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ അവിടെ ഉപദ്രവിക്കും, എനിക്ക് എതിരെ പ്രവർത്തിക്കും കുറേ വ്യക്തികളാണ് അല്ലെ. അഖിൽമാരാരും പറഞ്ഞത് ഒരു വിഷയം നമ്മൾ വ്യക്തികളുടെ പേര് അഖിൽമാരാർ പറഞ്ഞിട്ടില്ല. അവിടെ അഖിൽമാരാർ ചോദ്യചിഹ്നത്തിലിരിക്കുകയാണ്. അവിടെ എല്ലാവരും ചോദിക്കും, അവിടെയുള്ള എല്ലാ സ്ത്രീകൾക്കും പ്രശ്നമായി. ആരാണ് ആ വ്യക്തികൾ? ആരാണ് സ്ത്രീകൾ? ഇരകളുടെ പേര് പറയണം. നമ്മൾ പോലും എൻ്റെ ഇന്റർവ്യൂവിൽ ആവശ്യപ്പെട്ടിട്ടില്ല. അത് വ്യക്തികളുടെ പേര്. ഇപ്പം സിബിയും പറയുന്നു, നമ്മൾ ഒരു ചർച്ച നടത്തി അത് ഒത്തീർപ്പാവുകയാണെങ്കിൽ ഞാൻ വ്യക്തികളുടെ പേര് പറയില്ല എന്ന് സിബി പറയുന്നു. അതിന്റെ കാരണം പറഞ്ഞുതരാം ഇതരട്ട. അതായത് ഈ വ്യക്തികൾക്കും കുടുംബമുണ്ട്. സിബിക്ക് കുടുംബമില്ലേ? എന്നോട് ചെയ്ത ദ്രോഹത്തിൻ്റെ അതേ ഒരു ആഴത്തിൽ അല്ലെങ്കിൽ അതേ ഒരു ഡെപ്തിൽ ഞാൻ അവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? സിമ്പിൾ. ഞാൻ ദാനം കൊടുക്കുകയാണ്. നിങ്ങൾക്കൊരു കുടുംബമുണ്ട്. നിങ്ങൾ ഇത്രയും വർഷമായിട്ട് അഴിമതി കാണിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ മോശം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ നിൽക്കുന്ന ആൾക്കാരാണ്. ഇനി നന്നാവും. ഒരു അവസരമാണ്. ആ അവസരം ഞാൻ കൊടുക്കാം. നന്നായിക്കോ. അത് സിബി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അത് ഒത്തുതീർപ്പ് ചർച്ചയിൽ അത് നടന്നു കഴിഞ്ഞാൽ, അതായത് അവർക്കെതിരെ ഇന്റേണൽ ആക്ഷൻ നടന്നു എന്ന് എനിക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അതാണ് അവർക്കുള്ള ശിക്ഷ. അല്ലാതെ പബ്ലിക്കിൽ വന്ന് ഞാൻ അവരെ ഇന്റേണൽ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആക്ഷൻ എടുത്തു എന്നുള്ള കാര്യം കൃത്യമായി സിബി എനിക്ക് ഇമെയിലിൽ കിട്ടണം. എന്റെ ഇമെയിലിൽ അവരുടെ പേര് ചെയ്ത ഇമെയിൽ. എനിക്കൊരു ഒഫീഷ്യൽ അപ്പോളജി ഇമെയിൽ വേണം. എന്നോട് ചെയ്ത ദ്രോഹമാണെങ്കിൽ അതിനൊരു അപ്പോളജി എന്നോട് തന്നേ പറ്റും അവർ. ഞാൻ നാട്ടുകാരെ കാണിക്കാനല്ല, എനിക്ക്. കാര്യം ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു അടുത്ത ദിവസം വരെയും സിബിനെ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് പറയുകയാണ്, ഏഷ്യാനെറ്റിലൊരു വലിയ ആള്, സിബിനൊരു നല്ല ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം കേട്ടോ. വീണ്ടും പറയാണ്. അതായത് വേറെ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്ത് ഇതിലാണ് കൊണ്ടെത്തിക്കുന്നത്. ഞങ്ങൾ സിബിൻ്റെ ഇൻ്റർവ്യൂസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ സിബിൻ്റെ ഒരു ചെറിയ എന്തോ ഒരു പ്രശ്നം. കാര്യം ഇവരൊക്കെ ഡോക്ടേഴ്സാണല്ലോ, സൈക്കാട്രിക് പഠിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. വീഡിയോ കണ്ടപ്പോൾ എന്തോ പ്രശ്നം സിബിനുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് ഒരു സൈക്കാളജി നിങ്ങൾ കൊണ്ട് കാണിക്കണം കേട്ടോ. അവൻ്റെ നല്ലതിന് വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പറയുന്നുണ്ട്. ഇവിടെ ഏറ്റവും വലിയ പോയിന്റ് ഇപ്പോൾ സിബി പറഞ്ഞു നിർത്തി ഒന്നും കൂടി ഞാൻ തുടങ്ങുന്നു. സിബി പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ച് സിബിക്ക് പേഴ്സണൽ മെയിൽ തന്ന് അത് നമ്മൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ വ്യക്തികളുടെ പേര് പറയില്ല. അവിടെ മറ്റൊരു ചോദ്യമുണ്ട്. ഇങ്ങനെ മെയിൽ തന്നു, ഇതുകൊണ്ട് ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അംഗീകരിക്കുന്നതുകൊണ്ട് ഞാൻ ഇനി പേര് പറയില്ല എന്ന് പറയും. അങ്ങനെയായിരിക്കും പറയുക. പക്ഷെ അത് പ്രേക്ഷകർ വിശ്വസിക്കണമെന്നില്ല. ഞാൻ പേര് പറയാൻ വേണ്ടി പറയാം. പ്രേക്ഷകർ അത് സിബിക്ക് പൈസ വന്നിട്ടാകാം എന്ന് ഊഹിക്കാം. പ്രേക്ഷകരാണ്, ഞാൻ ഉൾപ്പെടെയുള്ള ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കാം. അവിടെയും സിബിനെ കുറ്റപ്പെടുത്തില്ല എന്ന് സിബി ചിന്തിക്കുന്നു. എല്ലാത്തിനും രണ്ട് വശങ്ങൾ ചിന്തിക്കുന്നു. ഇപ്പം നമ്മളുടെ ഈ ചർച്ചയിൽ തന്നെ ഇതിൻ്റെ വീഡിയോയുടെ താഴെയും എന്തോരം നെഗറ്റീവ് കമൻസും പോസിറ്റീവ് കമൻസും വരാം. അപ്പോൾ ഹൈദരേട്ടനാണെങ്കിലും ഹൈദരേട്ടൻ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ചില ആൾക്കാർക്ക് കൊള്ളുകയും ചില ആൾക്കാർക്ക് സൂചിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അവർ തമ്മിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് നമുക്ക് പുറകെ പോകാൻ പറ്റില്ല കേട്ടോ. ഇപ്പം ഞാൻ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘം ആൾക്കാർ ഒന്ന് പറയും, അയാൾക്കും കുടുംബമില്ലേ, അയാളെ തേജോധം ചെയ്യുന്നതിനാണ്, അയാൾക്ക് ജീവിക്കണ്ടേ എന്ന് പറയും. അപ്പോൾ എല്ലാത്തിനും നമുക്ക് എന്താ പറയുക, ഒരു ആക്ഷൻ ഒരു റിയാക്ഷൻ. എത്ര ദിവസമാണ് ഇവർക്ക് സമയം കൊടുത്തിരിക്കുന്നത്? കുറച്ച് ദിവസം ചേട്ടാ. അതായത് ഈ ഒരു ജൂൺ ഫിനാലേക്ക് മുൻപേ, ടു ബി ഗ്രാൻഡ് ഫിനാലേക്ക് മുമ്പേ, അത്രേ ഉള്ളൂ. അത് ഒത്തീർപ്പിലാലെ ഒരു ബോംബ് പൊട്ടൂടെ
ഒരു സംശയമില്ല. ഞാൻ അതെ വേർവല്ലെങ്കിൽ പോകുമ്പോൾ ഇവരെന്തിനാ എന്നെ ഭയക്കുന്നത്? ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം, എന്നോട് ഈ പറയുന്ന അല്ലെങ്കിൽ എൻ്റെ സൈഡിൽ ഈ പറയുന്ന ഇവരുടെ കയ്യിൽ വീഡിയോ ഫൂട്ടേജസ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്നെ എന്തിനു ഇവർ ഡെയിലി വിളിക്കണം? എൻ്റെ ചോദ്യം, എന്നെ എന്തിനു ഇവർ ദിവസവും വിളിച്ചിട്ട് എൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം? നേരിട്ടാണ് വിളിക്കുന്നത്. നേരിട്ടാണ് വിളിക്കുന്നത്. എന്തിനാണ് അത് ചെയ്യുന്നത്? എന്നെ ഇവർക്ക് പേടിയില്ലെങ്കിൽ പിന്നെ എന്തിനാ? ചാനലിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമോ ഞാൻ സംസാരിച്ച? ഷോയുടെ ക്വാളിറ്റി എഫക്റ്റ് ചെയ്യുമോ? തുടക്കം മുതൽ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഷോ ഒന്നാമത്തെ സീസൺ തുടങ്ങി എന്തൊക്കെ ഈ ഷോയിൽ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് പറയാം. എൻ്റെ ഷോയിൽ എന്താ നടന്നത് എനിക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോൾ തുടക്കം തൊട്ടുള്ള ഷോയുടെ കാര്യങ്ങൾ പറയും. തുടക്കം തുടങ്ങി ഈ ഷോയിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാവുന്നതും ഞാൻ മനസ്സിലാക്കിയതും അറിയേണ്ട വസ്തുതകളുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ട് ഞാൻ പച്ച വെളിച്ചത്തിൽ ചോദിക്കും, എല്ലാവരോടും ചോദിക്കും. ഒരു മാറ്റവും ഇല്ല, പുറത്ത് പറഞ്ഞിരിക്കും. പക്ഷേ അഖിൽമാരാർ പറഞ്ഞ രണ്ട് കാര്യം കൂടെ നമുക്ക് ചോദിച്ച് അവസാനിക്കാം. നമുക്ക് വേറെ സംഭവം. അഖിൽമാരാർ പറഞ്ഞ ഒരു വിവാദ പരാമർശം നടത്തി, സ്ത്രീകളെ യൂസ് ചെയ്തു എന്ന് പറഞ്ഞ ഒരു പരാമർശം നടത്തി. അത് സ്ത്രീകളിൽ ഒത്തിരി ബാധിച്ചിട്ടുണ്ട്. അതില്ല എന്ന് പറഞ്ഞു. അഖിൽമാരാർ അങ്ങനെ കാടടച്ച് വെടിവെക്കുന്ന ഒരു വ്യക്തിയായിട്ടാണോ തോന്നുന്നത്? അല്ല, അത് ഞാൻ സിബിക്ക് വേണ്ടിയാ ബാധിച്ചതെന്നാണ് അഖിൽ. എനിക്ക് വേണ്ടി സംസാരിച്ചത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയാണെന്നും ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന ഉത്തരത്തിനെ വളച്ചൊടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് സ്ത്രീകളെ വരെ ഉപയോഗിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ജനറലൈസ് ചെയ്ത് പറഞ്ഞല്ല, എല്ലാവരെയും അല്ല പറഞ്ഞ, ഒരിക്കലും അല്ല. അപ്പൊ ഇത് എല്ലാവരെയും പറഞ്ഞ് ഞങ്ങളെയാണ് ഈ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞ് വരുന്നവരുടെ കുഴപ്പമായത്. ഞാൻ എപ്പോഴും പറയാം, പുള്ളി ഇത് പറഞ്ഞതിന് ശേഷം ആദ്യം ഇതിനെ എതിർത്ത 2-3 പേരുണ്ട്. ഈ എതിർത്ത ആൾക്കാരെ തന്നെ ഇതിനു മുന്നേ ഇദ്ദേഹത്തിന്റെ പേരിൽ ഈ ഏഷ്യാനെറ്റിലുള്ള ഒരു സ്റ്റാഫിന്റെ പേരിൽ #മീറ്റു ഇട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട്, ഇനി നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം പറഞ്ഞുതരാം, ദിസ് ഇസ് എക്സ്ക്ലൂസീവ്. ഈ പ്രസ്തുത വ്യക്തി, ഈ കുറ്റം ആരോപിതൻ ഒരു കണ്ടസ്റ്റന്റിനെ വിളിക്കുകയാണ്, ഇവരുമായി ബന്ധമുള്ള ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റിനെ വിളിച്ച്, ഇത് സീസൺ 2 ഒരു കണ്ടസ്റ്റന്റിനെ വിളിച്ച്, നിങ്ങൾ ഈ പറഞ്ഞ പോസ്റ്റ് ഇട്ട ആളുമായി അടുത്ത ബന്ധത്തിലല്ലേ, ഒന്ന് ഒത്തുതീർപ്പാക്കി തരണം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു കഫേയിലിരുന്ന് ചർച്ച ചെയ്ത് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചാണ്. അങ്ങനെയാണ് അത് ഡിലീറ്റ് ആയത്. അല്ലെങ്കിൽ ഇത് എന്തിന് ഡിലീറ്റ് ആവണം? അവരാണ് ഇപ്പൊ വന്ന് വീണ്ടും അഖിൽമാരാർ പറഞ്ഞത് തെറ്റാണ് എന്ന് നിങ്ങളല്ലേ അതിന് മുന്നേ പറഞ്ഞത് ചെയ്തിട്ടുണ്ടെന്ന്. ഇനി ഞാൻ വീണ്ടും പറയാം, ഒരു കുട്ടി എത്ര പേര് എനിക്ക് വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ, 2-3 കുട്ടികൾ ഈ പറഞ്ഞ എന്നെ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്തു എന്നാ പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരു ചാറ്റ് ഒരു കുട്ടി പുറത്തു വിട്ടില്ലേ, ആ ചാറ്റിന്റെ ലാംഗ്വേജും ആ ചാറ്റിൽ ലാലേട്ടനോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ മുഖം ബ്ലർ ചെയ്തിട്ടുണ്ട്. ഒന്ന് സൂക്ഷിച്ചു നോക്കി അറിയാതെ ആരാണ്. ഒന്ന് നല്ലൊരു ഫോട്ടോഷോപ്പ് വിദഗ്ധനെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു നോക്കി അത് മനസ്സിലാവും. ഉറപ്പായിട്ടും മതി. എനിക്ക് ചാറ്റ് ലാംഗ്വേജ് ഉണ്ടപ്പോൾ ആളെ പിടിയിട്ടു.